ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ നാഷണൽ എക്സ്പ്രസ് ബസ്സിൻ്റെ ഒരു ടൂറാട്ടോ നടത്താൻ പോകുന്നത്. ഇത് നമ്മൾ ബർമിംഗ്ഹാം ടു ലണ്ടൻ വിക്ടോറിയ വരെ നടത്തിയ ഒരു യാത്രയായിരുന്നേ. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ വിചാരിച്ചു ഈ ബസ്സിലെ ഫെസിലിറ്റീസും ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. അറിയാൻ വയ്യാത്തവർക്ക് കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളാം, നോ പ്രോബ്ലം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു തരാവേ. 2 വേ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് നാഷണൽ എക്സ്പ്രസിൻ്റെ ആപ്പിൽ കയറി എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത് വോൾവറാംപ്റ്റൺ ടു ലണ്ടൻ വിക്ടോറിയ വഴിയായിരുന്നു. അപ്പോൾ എനിക്ക് ടിക്കറ്റ് കോസ്റ്റ് ആയത് ഒരാൾക്ക് 36 പൗണ്ട് സംതിങ് ആയിരുന്നു. പിന്നെ ഓഫറുകളും ഡിസ്കൗണ്ടും ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 26 പൗണ്ട് സംതിങ്ങിന് കിട്ടി കേട്ടോ. അത് കുറച്ച് റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ട്രെയിനിൻ്റെ ടിക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഒരാൾക്ക് 60 സംതിങ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് പെട്ടെന്ന് എത്തും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അത്രയും കോസ്റ്റ് മുടക്കി പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബസ് ആണ് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ ബസ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഇത് അഡൾട്ട്സിനാണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അഡൾട്ട്സ്, കുട്ടികളായിട്ടുള്ളവർക്ക്, പ്രായമായവർക്ക് ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ പോകാമെന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സോ ഞാൻ അവർക്കതൊരിക്കലും പ്രിഫർ ചെയ്തില്ല. അവർ ശരിക്കും ട്രെയിനിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് എത്താൻ പറ്റും. യാത്രാസുഖം ട്രെയിനിൽ തന്നെയാണ് കൂടുതൽ. പക്ഷേ ബസ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് നാഷണൽ എക്സ്പ്രസ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. മിനിമം 28 മുതൽ മാക്സിമം 87 വരെ പാസഞ്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ സൈഡിലും 2 സീറ്റുകൾ വെച്ചിട്ടാണുള്ളത്. എല്ലാം പുഷ് ബാക്ക് ചെയേഴ്സും ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി എല്ലാ സേഫ്റ്റി ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. A reading light and an individual air vent can be found in the panel above your head for your convenience. When you arrive at your destination, your driver will leave. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ലോങ് ജേർണി പോകുന്ന ബസ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചാർജിങ് സ്ലോട്ട്സ് അവൈലബിൾ ആണ്. നമ്മുടെ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ ഉള്ള പോലെ തന്നെ ഓരോ സീറ്റിൻ്റെയും പുറകിലായിട്ടാണ് അവരത് ക്രമീകരിച്ചേക്കുന്നത്. ഏത് ടൈപ്പ് കേബിൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൽ കയറി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ സീറ്റ് ബെൽറ്റ് ഇടുക. ബസ് അറ്റ്ലീസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്നത് വരെ. പിന്നീട് വേണമെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ സേഫ്റ്റിക്കും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റും നിർബന്ധമാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടോയ്ലറ്റ് ഫെസിലിറ്റി എന്നുള്ളത്. നമ്മൾ നാഷണൽ എക്സ്പ്രസ് ബസ്സിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ സ്മോക്കിംഗ് ഒന്നും പറ്റില്ല, കാരണം ഇവിടെ സ്മോക്ക് അലാം ഉണ്ട്. അത്യാവശ്യം ബേസിക് നീഡ്സ് എല്ലാം കവർ ചെയ്യുന്ന നീറ്റായിട്ടുള്ളൊരു ടോയ്ലറ്റ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആകെ മോശമായിട്ട് തോന്നിയത് സിങ്കിൽ ആരോ ചായയോ കാപ്പിയോ അങ്ങനെ എന്തോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങ് ടാപ്പ് തുറന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി കേട്ടോ. ഇതിൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ടൊരു ഫെസിലിറ്റി ഉണ്ട്. ചെറിയൊരു ബോക്സ് പോലെ, അതിലേക്ക് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. അതിനർത്ഥം തറയിലൊന്നും ഇടാൻ പാടില്ല. പിന്നെ ഹാൻഡ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഹാൻഡ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഡ്രയറും കാര്യങ്ങളും അതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്, അതുകൊണ്ട് തന്നെ മുറുക്കെ പിടിച്ച് നിൽക്കണം. പിന്നെ വണ്ടി മൂവിങ്ങും കൂടെ ആണല്ലോ. പിന്നെ തുറക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുറത്തുനിന്നും അങ്ങനെ തന്നെയാണ് തുറക്കേണ്ടത്. അത് ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്. പിന്നെ ഇതാണ് കേട്ടോ എംറ്റി ആയിട്ടുള്ള ബസ്സിലെ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഓരോ സീറ്റുകൾക്കും ഇടയിൽ. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ നമുക്ക് പുഷ് ബാക്ക് ചെയ്യാനായിട്ടുള്ള ലിവർ വരുന്നത്. പിന്നെ ഉറങ്ങേണ്ടവർക്ക് വെളിച്ചൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കർട്ടൻ ഉണ്ട്, അതിട്ടിട്ട് നമുക്ക് ഉറങ്ങാവുന്നതാണ്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബസ്സിൻ്റെ നൈറ്റ് വ്യൂ ആകട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ടൂർ പോകുന്നൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല സർവീസാണ്. പിന്നെ കാം ആൻഡ് ക്വയറ്റാണ്, അതവർ പറയുന്നുണ്ട്. നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് യൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇതിലെ ലഗേജ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റിന് ഒരു ഹാൻഡ് ബാഗ് പ്ലസ് ഒരു ലഗേജ് ബാഗാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാഗിന് 10 പൗണ്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ വയ്ക്കാം, ലഗേജ് ബാഗ് വയ്ക്കുന്നത് ഈ ബൂട്ട് സ്പേസിലായിരിക്കും. ലഗേജിൻ്റെ കാര്യം നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ എക്സ്ട്രാ ലഗേജ് വേണമെങ്കിൽ പേ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അതും അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ബാഗ് എക്സ്ട്രാ വയ്ക്കാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ, സ്പോട്ടിൽ നമ്മൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ മേക്ക് ഷുവർ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എക്സ്ട്രാ ബാഗിന് പേ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ടിക്കറ്റ് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം ഡ്രൈവർ തന്നെയാണ് കേട്ടോ എടുത്ത് ബൂട്ട് സ്പേസിൽ വയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ അവർ തന്നെ നമുക്കത് എടുത്തും തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.